ഓൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വ്ളോഗ് ഒരുപാട് നല്ല നല്ല റെസിപ്പീസും അതുപോലെ ഒത്തിരി പുതിയ പുതിയ വിശേഷങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളതാണ്. സ്ത്രീകൾക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെയും കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഒരു ഇമോജി എങ്കിലും കമൻ്റ് ആയിട്ട് ഇടാം കേട്ടോ, മറക്കരുത്. അപ്പോൾ ഇതേ ഞാൻ രാവിലത്തെ കുറച്ച് തിരക്കുകളൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് കിഡ്നി ബീൻസ് ഉണ്ടായിരുന്നു, കുറേ ദിവസമായിട്ട് വെക്കണം എന്ന് വിചാരിച്ചിട്ട് വിട്ടുപോകുന്നതാട്ടോ. അപ്പോൾ അതൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇത് വന്നിട്ട് ഹലീം സീഡാണ്. നമ്മൾ ലേഡീസിന് ഒത്തിരി ഉപകാരങ്ങളുള്ള നല്ലൊരു സീഡാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇത് വാങ്ങാനുള്ള ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അതും വെള്ളത്തിൽ ഒന്ന് ഇട്ടിട്ട് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും കേട്ടോ. എന്നിട്ട് ഞാനിതേ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. റൂമിൽ കുറേ സംഭവങ്ങൾ മടക്കാനും മടക്കിപ്പെറുക്കി വെക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. മക്കളൊക്കെ സ്കൂളിലേക്ക് പോയിട്ടുണ്ട്, പക്ഷേ ഞാനിന്ന് ഫുഡ് കൊടുത്തയക്കാൻ എന്നെക്കൊണ്ട് പറ്റിയില്ല. അപ്പോൾ ഞാനെന്ത് വിചാരിച്ച് സ്കൂളിൽ പോയതിന് ശേഷം ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് വേറൊരു ഭാഗത്തും കൂടെ പോകാനുണ്ട് കേട്ടോ. അപ്പോൾ അതേ വൈകുന്നേരം അവർക്ക് വന്നാൽ ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ പിന്നെ വൈകുന്നേരം വന്ന ഒരു ഹലാക്കിൻ്റെ സൗണ്ടായിരിക്കും എല്ലാവരും കൂടി. ഇതെല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ വന്നത് മേലെ കഴുകിയിട്ട് മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അതേ സാധനങ്ങളൊക്കെ അടുക്കിപ്പെറുക്കി വയ്ക്കുമ്പോൾ എൻ്റെ പഴയ അക്യുപങ്ചർ ആയുധങ്ങളൊക്കെ കിട്ടി. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് 7 സ്റ്റാർ നീഡിൽ എന്ന് പറയുന്നത്. ഇതെന്തിനാണെന്നറിയോ? നമുക്ക് ഈ തലയിൽ മുടി കൊഴിയുക ഒക്കെ ഉണ്ടാവില്ല, അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്ക് ഈ നീഡിൽ വെച്ച് തലയിൽ ഇതിനേക്കാളും കുറച്ചും കൂടെ ഫോഴ്സിൽ ഇങ്ങനെ അടിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ബ്ലഡൊക്കെ വരും, തല ഫുള്ളും ബ്ലഡൊക്കെ വരും. ഞാൻ കഴിഞ്ഞ മാസം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എൻ്റെ മുടി അത്രയും കൊഴിയുന്നതുകൊണ്ട് ഒരുപാട് കരഞ്ഞാണ് കേട്ടോ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്തത്. പിന്നെ ഇതേ നീഡിൽ കണ്ടപ്പോൾ വെറുതെ ഒരു രസത്തിന് കുത്തി നോക്കിയതാണ്. കുറേ കാലയിലെ കുത്തിയിട്ട് എന്ന് വിചാരിച്ചിട്ട് നോക്കിയ സമയത്ത് സ്വന്തമായിട്ട് കുത്തുമ്പോൾ നല്ല കഷ്ടമുണ്ട് ഗൈസ്. ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല, നല്ലോണം എനിക്ക് വേദന എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വെറുതെ പരീക്ഷണത്തിന് നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ടെടുത്ത് മാറ്റി വെച്ചേ. പിന്നെയാണ് ഇതേ ഒരു സംഭവം കണ്ടത്. നമ്മൾ ഡയബറ്റിസ് എഡ്യൂക്കേറ്ററിൻ്റെ ഈ ഒരു നമ്മുടെ ID കാർഡ് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി. ഇത് വെറുതെ ഷെയർ ചെയ്യുന്നതല്ല, നമ്മൾ പല കാര്യങ്ങളും ഇതുപോലെ ക്ലാസ്സിൽ നിന്നൊക്കെ പഠിച്ചതും ഒക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ ഇങ്ങനെ ക്യാമറ ഓണാക്കി വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വന്ന് പറയുന്ന പോലെ ഞാൻ പറയല്ല. ഇത് പറയാനൊരു റീസണും കൂടി ഉണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക, പലതും വെറുതെ ഊഹിച്ച് പറയുന്നവർക്കൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും, സിമ്പിളായിരിക്കും. പക്ഷെ നമ്മൾ ഈ ഒരു ലെവലിലേക്ക് എത്താൻ നല്ലോണം പാടുപെട്ടിട്ടുണ്ട് മക്കളെ. അപ്പോൾ അങ്ങനെയൊക്കെ അതിനുശേഷം ഞാൻ റൂമൊക്കെ ഒന്ന് അടിച്ചാരി വൃത്തിയാക്കുകയാണ്. പിന്നെ ഈ ഒരു ഡോറിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ മണ്ണ് നിൽക്കൂട്ടാ, അതൊക്കെ മാറ്റി പിന്നെ കിച്ചണിലേക്ക് പോയി. ഷോളുകളൊക്കെ കുറേ ഇപ്പോൾ അടുപ്പിച്ച് 4-5 ദിവസം ഫുള്ള് പുറത്തു പോക്കായിരുന്നു. അപ്പോൾ കുറേ ഷോളൊക്കെ തിരുമ്പാനുണ്ടായിരുന്നു. അപ്പോൾ ആ വാഷിംഗ് മെഷീനിൽ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടു, അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും കളർ പിടിച്ചാലോ എന്നുണ്ട്. പിന്നെ തലേ ദിവസം തിരുമ്പിയ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ഉണക്കാനിട്ടിട്ട് അടുത്ത ട്രിപ്പും കൂടി ഇട്ടുവിടാണ്. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തൊട്ട് ഉച്ചവരെ വീട്ടിലത്തെ ഫുൾ പണികളും തീർക്കുക, എന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ഓരോ പരിപാടികളുണ്ടാവും, അതിലേക്ക് പോവുക, വീണ്ടും രാത്രിയാകുമ്പോൾ വീണ്ടും വരിക, പിന്നെ കുട്ടികളുടെ പഠിപ്പിക്കൽ, അങ്ങനെ ആയിട്ട് മൊത്തത്തിൽ ഫുള്ള് തിരക്കുള്ള ദിവസങ്ങളാണ്. സ്ട്രെസ്സും കൂടെ കൂടും, പക്ഷേ ഞാനിത് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിടുന്ന ഹിജാബ്സൊക്കെ എവിടെ നിന്നാണ്, തലയിൽ നന്നായിട്ട് നിൽക്കുന്ന ഹിജാബൊക്കെ കാണുമ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ അതും കൂടെ പറയുന്നുണ്ട്, നല്ല അടിപൊളി ഹിജാബ്സൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം. അപ്പോൾ വീഡിയോ എന്തായാലും അവസാനം വരെയും കാണണം കേട്ടോ. പിന്നെ അതുപോലെ കുട്ടികളുടെ സ്കൂളിലുള്ള പ്രോഗ്രാമും അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതേ റനക്കുട്ടീൻ്റെ റൂമിൽ ഒന്ന് നീറ്റാക്കാനുണ്ടായിരുന്നു. പിന്നെ ഇത് കുട്ടീൻ്റെ വാർഡ്രോബാണ്, ചുച്ചുവിൻ്റെയും ഇച്ചു ബേബിൻ്റെയും. ഇച്ചു ബേബിക്ക് അടുത്ത പുതിയ ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ കാണിച്ചു തന്നത്. ലുലുവിൽ പോയ സമയത്ത് ഞാൻ എടുത്തതാണ്. പിന്നെ ഇച്ചു ബേബീനെ ഉറക്കിയിട്ടുണ്ട്, എന്നിട്ടാണ് നമ്മൾ നമ്മുടെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഷെൽഫില്ലേ, ഇത് വന്നിട്ട് നമ്മൾ ഐക്കേന്ന് മേടിച്ചതായിരുന്നു. പിന്നെ ഈ ഒരു സാധനം ഫ്ലവർ വൈസ് പോലത്തെ ഈ ഒരു സംഭവം ഐക്കേന്ന് മേടിച്ചായിരുന്നു. 7-8 മാസമായിട്ടുണ്ടാവും. പക്ഷേ ഇതിലുണ്ടല്ലോ ഒരു 4 സ്ക്രൂ ഇടാനുണ്ടായിരുന്നു. ഞാനിങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഇട്ട് തരും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രതീക്ഷിച്ച് ഇങ്ങനെ വെച്ചിരിക്കുക. ശരിക്കും പറഞ്ഞാൽ പൊട്ടത്തരാട്ടാ. നമ്മൾ സ്ത്രീകൾക്കൊരു ധാരണയുണ്ട്, ചില പണികൾ ആണുങ്ങൾ ചെയ്യുന്നതാണ് നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിക്കുന്ന കുറേ പണികളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല. നമ്മളതിന് മെനക്കെടാത്തത് കൊണ്ട് നമുക്ക് കുറേ സ്ട്രെസ്സ് വരും, വിഷമമൊക്കെ വരും. ഇത് ജസ്റ്റ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. കൈ കൊണ്ട് തന്നെ തിരിക്കാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും അങ്ങനെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ പുതിയ കുഷ്യൻ ഞാനൊന്ന് പുറത്തേക്ക് എടുത്തു. മക്കൾ വരുന്നവരെ ജസ്റ്റ് ഒന്ന് ഭംഗി നോക്കാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ വേഗം എടുത്ത് വെക്കേണ്ടി വരും, അല്ലെങ്കിൽ അവരൊക്കെ താഴെ ഇട്ട് അലമ്പാക്കും.
പിന്നെ പാല് വന്നിട്ടുണ്ടായിരുന്നു, അത് കാച്ചി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ വീണ്ടും നെയ്യ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് പാൽപ്പാട എടുത്ത് ഇങ്ങനെ വെക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും തുടങ്ങിയിട്ടില്ലെങ്കിൽ എൻ്റെ കൂടെ തുടങ്ങിക്കോട്ടെ. നമുക്ക് ആർക്കാണ് കൂടുതൽ പാൽപ്പാട കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം, ആരാ ഫസ്റ്റ് ആവാന്നുള്ളത്. ഡെയിലി കാച്ചിയതിന് ശേഷം കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞു പറഞ്ഞാൽ അതിൻ്റെ പുറത്ത് പാൽപ്പാട വരും. അത് നമുക്ക് ഇതെടുത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ശുദ്ധമായിട്ടുള്ള നെയ്യും വെണ്ണയും വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റൂട്ടോ. അപ്പോൾ അതേ ബാക്കി പാൽപ്പാട എടുത്തിട്ടുള്ള ബാക്കി പാലുണ്ട്. ഞാൻ നേരത്തെ നമ്മുടെ ഹലീം സീഡ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ പായസം ഉണ്ടാക്കാനും, പായസമോ ഡ്രിങ്കെന്നോ എന്ത് വേണമെങ്കിലും പറയാം. നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സംഭവമാണ്. നമുക്ക് ബ്ലഡ് ഇല്ലാത്തവർക്ക് ബ്ലഡ് വെക്കാനും അതുപോലെയുള്ള ഒത്തിരി ഗുണങ്ങളുണ്ട്. പിന്നെ അതിൽ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വയറിൽ എന്തെങ്കിലും മുറിവോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോയി കിട്ടും കേട്ടോ. പിന്നെ ഇതുപോലെ ഒരു ബ്രഷ് നമ്മൾ പാത്രം കഴുകുന്നവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മിക്സിയുടെ ചെറിയ ഈ ഇടയൊക്കെ ഇല്ലേ, അതിനകത്തൊക്കെ പുഴു ഉണ്ടാവും കേട്ടോ. അതൊക്കെ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോഴേക്കും നമ്മുടെ ഹലീം സീഡൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ശർക്കരയില്ലേ, അതാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. നമ്മൾ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ ഞാൻ പഞ്ചസാര അതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് നമ്മുടെ കിഡ്നി ബീൻ, രാജ്മ എന്ന് പറയും, എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള പണിയാണ് ഞാൻ തുടങ്ങുന്നത്. ഇടയിൽ കൂടെ നമ്മുടെ പായസം കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അത് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കതെടുത്ത് മാറ്റി വയ്ക്കാം. അതിലേക്ക് നട്ട്സോ മറ്റോ ഉണ്ടെങ്കിൽ കുറച്ച് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു വലിയ സവാള ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ചെറിയ ടൊമാറ്റോ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന രാജ്മയില്ലേ, അതും കൂടി ആ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളിയാണ് വേണ്ടത്. വെളുത്തുള്ളി ഇതുപോലെ കട്ട് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ആ ഒരു ടിപ്പ് പറഞ്ഞതിന് താങ്ക്സ് എന്ന് പറഞ്ഞിട്ട്. എനിക്കും നിങ്ങളോട് താങ്ക്സ് പറയാനുണ്ട്. കാരണം നിങ്ങൾക്കത് ഉപകാരപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ വീഡിയോയിൽ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നിങ്ങൾക്ക് അതുപോലെ എന്തെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടണം. പിന്നെ അതിലേക്ക് ഞാൻ ഉപ്പും കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ പായസം മാറ്റിയിട്ട് കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു ജാറിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ഹലീം സീഡ് കൊണ്ടുണ്ടാക്കിയ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ കാണണം, അറിയണം, ടിപ്സൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഞാൻ ഡയബറ്റിസ് എഡ്യൂക്കേറ്റർ പഠിക്കുന്ന ആ കൂട്ടത്തിൽ തന്നെ നാച്ചുറൽ തെറാപ്പിയും കൂടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ചില സംഭവങ്ങൾ എന്തൊക്കെ കഴിച്ചാൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഗുണങ്ങൾ കിട്ടാമെന്ന് ഞാൻ റിസർച്ച് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഓരോ വീഡിയോ ഇടുന്നത്. വെറുതെ എന്തെങ്കിലും ഒരു കണ്ടൻറ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടുന്നതല്ല കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇടയിൽ കൂടെ ഒരു ഗോൾ അടിക്കുകയാണ് ഗൈസ്. പിന്നെ ഇത് നേരത്തെ അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടില്ലേ, അതിലേക്ക് ഞാൻ ഒരു പിടിയോളം മല്ലിയിലയും പിന്നെ അതുപോലെ ഒരു പച്ചമുളകും ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് നല്ലോണം എരിവ് വേണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ 2-3 പച്ചമുളക് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ അത് നന്നായിട്ട് മിക്സിയിൽ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ കുക്കുംബർ കട്ട് ചെയ്യുന്നത് കുട്ടികൾക്ക് സ്കൂളിലേക്ക് ടിഫിൻ ബോക്സിലേക്ക് വെച്ച് കൊടുക്കാനാണ്. അപ്പോഴേക്കും നമ്മുടെ രാജ്മ വന്നിട്ട് ഒരു 8 വിസിലോളം വന്നപ്പോൾ ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ അത്ത വന്നപ്പോൾ അമ്മക്കുള്ള പായസം ഞാൻ പാത്രത്തിലാക്കി കൊടുത്തയക്കാണ് കേട്ടോ. അവരും കുടിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട്. എപ്പോഴും എനിക്കിങ്ങനെ ഒന്നും കൊടുത്തയക്കാനൊന്നും പറ്റാറില്ല. കറക്റ്റ് സമയത്തിന് ഫാദർ എത്തി, അപ്പോൾ കൊടുത്തതാണ്. പിന്നെ അതേ ചോറ് കറി എല്ലാം സെറ്റായി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ടിഫിനൊക്കെ കഴുകി എടുത്ത് വെക്കാണ് കേട്ടോ. ഞാനൊരു പാനിലേക്ക് 1 ടീസ്പൂണോളം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പട്ടയല്ല ഏലക്ക 2 ഗ്രാമ്പ് ഇട്ട് കൊടുത്തു. പിന്നെ വലിയ ജീരകം 1 സ്പൂണ്, ചെറിയ ജീരകം ചെറിയ സ്പൂണിലാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഗാർലിക് പൗഡർ നമ്മുടെ തന്നെ സ്വന്തം പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഓർഡർ തരാം. അപ്പോൾ നമ്മൾ നിങ്ങളുടെ ഓർഡറിന് ശേഷമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ. അമ്മ ഉണ്ടാക്കുന്നതാണ്. പിന്നെ അതിലേക്ക് നമ്മുടെ രാജ്മ ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു കൂട്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇതിനി തനി അങ്ങനെ തിക്കായിട്ട് വന്നോളൂ കേട്ടോ. നമുക്ക് പിന്നെ വേറെ എന്തെങ്കിലും തിക്കാകാൻ വേണ്ടിയിട്ട് ഒഴിക്കുക ഒന്നും തന്നെ വേണ്ട. ആ ഒരു ഗ്യാപ്പിൽ ഇതേ ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകി എടുക്കുകയാണ് ഗൈസ്. ഞാൻ പറഞ്ഞല്ലോ ഇന്ന് എനിക്കൊന്ന് പുറത്തേക്ക് പോകണമെന്ന്. അപ്പോൾ ഈ എടുത്ത പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് പിന്നെ പോയി റെഡി ആയിട്ട് ഒക്കെ ഒന്ന് സെറ്റാക്കാനുണ്ട് കേട്ടോ.
ഈ പണികളൊക്കെ കഴിഞ്ഞതും തലേ ദിവസത്തെ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതായത് ഈ പണികൾ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനും വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ദിവസമായിരുന്നു. അപ്പോൾ എല്ലാം ഷടപടേന്നായിരുന്നു. വേഗം ഇത് കഴിഞ്ഞത് ഓടിപ്പോയിട്ട് എഡിറ്റ് ചെയ്യാനിരുന്നിട്ട് അത് അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ വേഗം പോയി കുളിച്ച് ബേബിനെയൊക്കെ കുളിപ്പിച്ച് നമ്മളിതേ റെഡിയായിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. കുട്ടീൻ്റെ ഡ്രസ്സ് ഇട്ടിട്ടില്ല. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കുറച്ച് ദൂരെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഒരു 2.5 മണിക്കൂറോളം ഉണ്ട് നമുക്ക് ഇവിടെ നിന്ന് യാത്ര ചെയ്യാനും വേണ്ടിയിട്ട്. അപ്പോൾ ബേബീൻ്റെ ഡ്രസ്സൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ബേബിക്കുള്ള ഫുഡൊക്കെ കയ്യിലെടുക്കുകയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡ്രസ്സും ഒക്കെ കയ്യിലെടുത്ത് ഭയങ്കര സന്തോഷത്തോടെയാണ് ഞാൻ വണ്ടി കയറി കഴിഞ്ഞത്. ഇപ്പോൾ കണ്ടില്ലേ, എന്തോ പോയ അണ്ണാനെ പോലെയായി എൻ്റെ അവസ്ഥ. കാരണം എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഡിസ്ക്രിപ്ഷനൊക്കെ ഞാൻ വണ്ടിയിൽ നിന്നാണ് ചെയ്തത്, ഫോൺ നോക്കിയില്ല. പിന്നെ ഒരു മപ്പ് പിടിച്ച് ഛർദ്ദിക്കാൻ വന്ന് വഴി ഫുള്ളും ഛർദ്ദിച്ച് അവശയായി. ബേബി ആണെങ്കിൽ ഭയങ്കര കരച്ചില്ല, എൻ്റെ നിന്ന് പോകുന്നേ ഇല്ല. പിന്നെ കുറച്ച് നേരമെങ്കിലും ഒരു അനക്കുട്ടി ഒന്ന് പിടിക്കുന്ന പറഞ്ഞിട്ട് അങ്ങനെ നമ്മളവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഹലാമാളിലാണ് ഇത് വന്നിട്ട് പുത്തനത്താണിയിലെ ഹലാമാളിലേക്കാണ് നമ്മൾ പോയിട്ടുള്ളത്. അവിടെ നമുക്ക് ഒരു ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ നമ്മുടെ ഒത്തിരി ഫ്രണ്ട്സിനൊക്കെ നമുക്ക് കാണാൻ പറ്റി. നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ ഷോപ്പാണ് കേട്ടോ ഇത്. അതേ ഐഷ ഉണ്ട്, പിന്നെ നജ്ജ, പിന്നെ വേറൊരു കുട്ടി, എനിക്ക് വേറെ പേര് ശരിക്കും അറിയില്ല, അവരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരുമായിട്ട് സംസാരിച്ച് അവർ ശരിക്കും എനിക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. 4 മണിക്ക് എത്താൻ ഞാൻ 4:10 പോയി നമ്മൾ ഛർദ്ദിക്കാനൊക്കെ വേണ്ടിയിട്ട് നിർത്തിയപ്പോൾ. ഓടിപ്പോട് പിന്നെ ഞങ്ങൾ 3 പേരും കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിന്നതിന് ശേഷമാണ് അവിടുത്തെ കളക്ഷൻസൊക്കെ നോക്കാൻ തുടങ്ങിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ഇതുപോലത്തെ നല്ല ക്വാളിറ്റി ഉള്ള സംഭവങ്ങൾ കിട്ടുന്ന ഷോപ്സൊക്കെ കുറവാണ് പൊതുവേ കേട്ടോ. ഇപ്പോൾ കോഴിക്കോട്, എറണാകുളം, മലപ്പുറം അവിടെയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പാലക്കാടൊക്കെ വരുന്നത്. ഞാനപ്പോൾ പൊതുവേ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുന്നതാണെങ്കിലും ഇതുപോലത്തെ ഷോപ്സൊക്കെ ആണെങ്കിലും നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെയാണ് എടുക്കൽ. അങ്ങനെയാണ് ഇവരെ നമ്മൾ ശരിക്കും പരിചയപ്പെട്ടത്. അപ്പോഴാണ് നമ്മുടെ സബ്സ്ക്രൈബർ ആണെന്ന് അറിഞ്ഞത്. നമ്മൾ ഈ ഹാൻഡ് സോക്സിനൊക്കെ വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്തതായിരുന്നു. അവിടെ പോയ സമയത്ത് ഒത്തിരി ഇമ്പോർട്ടഡ് ഐറ്റം നൈറ്റീസ് വെറൈറ്റി ആയിട്ട് നമുക്കിപ്പോൾ വീട്ടിലൊക്കെ ഇടുകയാണെങ്കിൽ നൈറ്റി ഇട്ടു എന്ന് തോന്നാനും പാടില്ല, പക്ഷെ നല്ല രസം ഉണ്ടാവുന്നുണ്ട്. അതുപോലത്തെ നൈറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ വന്നിട്ട് പാകിസ്ഥാനി ഒറിജിനൽ ഡ്രസ്സുകളില്ലേ, ചുരിദാറൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ഒറിജിനൽ പീസ് തന്നെ അവർ ഇമ്പോർട്ട് ചെയ്യുന്ന സംഭവങ്ങളാണ്. പിന്നെയും ഇത് വന്നിട്ട് ചെറിയ കുട്ടികളുടെ നൈറ്റിയൊക്കെ ഇല്ല, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ തുണി വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള തുണിയിലാണ് ചെയ്യുന്നത്. കൂടുതലും അവർ UAE മെറ്റീരിയലാണ്, അവിടെ നിന്നാണ് സാധനങ്ങൾ കൊണ്ടുവരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഓരോ സാധനം തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കായിരുന്നു. ഇത് വന്നിട്ട് ജിൽബാബാണ്. ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേ ഐഷ പോവാണെന്ന് പറഞ്ഞിട്ട് യാത്ര പറയായിരുന്നു. ഞാൻ ഇടയിൽ കൂടെ ഓരോ സാധനങ്ങളൊക്കെ കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ സംഭവം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഉംറയ്ക്ക് പോകാനും അതുപോലെ നമ്മൾ പുറത്തേക്കൊക്കെ ഇട്ടിട്ട് പോകാനൊക്കെ പറ്റിയ നല്ല അടിപൊളി ജിൽബാബാണ്. ഇതിൻ്റെ മെറ്റീരിയൽ എല്ലാം തന്നെ ഇവിടുത്തെ മെറ്റീരിയൽ അല്ല, UAE തന്നെ അവിടുത്തെ മെറ്റീരിയൽ അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് ഇവിടേക്ക് അവർ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനമാണ് കേട്ടോ. ഞാൻ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാം. പിന്നെ അതുപോലെ ഇവരുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒത്തിരി ഹാൻഡ് സോക്സുകളുണ്ട്. ഇതെല്ലാം തന്നെ ഇമ്പോർട്ടഡ് ആണ് കേട്ടോ. മലേഷ്യ, ഇന്തോനേഷ്യ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നത്. 10 വെറൈറ്റി ഹാൻഡ് സോക്സുകളുണ്ട്. ഇതിൽ തന്നെ 50ഓളം കളറുകളിലും അവൈലബിൾ ആണ്. പിന്നെ ഇത് വന്നിട്ട് ബനിയൻ മെറ്റീരിയൽ ഉള്ളത്, ഡിഫറെൻറ്റ് മെറ്റീരിയൽ, ഡിഫറെൻറ്റ് മോഡൽസിൽ അവിടെ ഹാൻഡ് സോക്സ് അവൈലബിൾ ആണ്. മിക്കവാറും നമ്മൾ റെഡിമെയ്ഡ് ഡ്രസ്സൊക്കെ എടുക്കുന്ന സമയത്ത് ഇപ്പം എല്ലാവർക്കും മുക്കാ കൈയും ഒക്കെ ആയിരിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രോബ്ലമാണ് കേട്ടോ അത്. ചില സമയം നമുക്ക് പിന്നെ ആ മുക്കാ കൈയോടെ തന്നെ ആയിരിക്കും വീഡിയോയിലൊക്കെ വരേണ്ടി വരും. അങ്ങനെയാണ് ഞാൻ ഇവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റിയാണ്. പിന്നെ അതുപോലെ ഈ ലേസ് ഈ അറ്റത്ത് വരുന്നത് സിംഗിൾ, ഡബിൾ, ട്രിപ്പിൾ ലെയറിലും
കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ ക്യാപ്സ്, സ്ക്രഞ്ചീസ്, പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹാൻഡ് സോക്സ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ലെയർ ആയിട്ട് വരുന്നതാണ്. ഇത് വന്നിട്ട് നമുക്ക് ഡ്രസ്സുകളുടെ കൂടെ ഇടുന്ന സമയത്ത് ഡ്രസ്സിൻ്റെ അല്ലെങ്കിൽ ഹാൻഡ് സോക്സ് ആണെന്ന് തോന്നില്ല. കണ്ടില്ല, ഞാൻ ഈ റെഡിൻ്റെ കൂടെ ഇടുമ്പോൾ അതും ഇതും നല്ല മാച്ചിങ് ആയിട്ടുണ്ട്. നമുക്കൊരു ബോറായിട്ടൊന്നും തോന്നൂല കേട്ടോ. പിന്നെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് അവിടുന്ന് കാണാൻ പറ്റും. ഭയങ്കര സന്തോഷമായിട്ട് ഒരുപാട് പേരെ കണ്ട സമയത്ത്. പിന്നെ വേറെ കളേഴ്സും കൂടെ ഞാൻ കാണിച്ചു തരാം. കുറേ വെറൈറ്റി കളേഴ്സ് ഉണ്ട്, എനിക്കെല്ലാം കൂടെ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതൊക്കെ മുസല്ലയാണ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള നല്ല നല്ല മുസല്ല. പിന്നെ അതുപോലെ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇവരുടെ ഡീറ്റെയിൽസ് വന്നിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റഗ്രാം പേജ് ആണെങ്കിലും ഇവരുടെ മൊത്തം എല്ലാ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം. ഇത് വന്നിട്ട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഷോളാണ്. ഈ ഹിജാബ് വന്നിട്ട് ഇവരുടെ തന്നെ ഓൺ ബ്രാൻഡാണ്. എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ വാങ്ങിക്കോളി. നല്ല സോഫ്റ്റായിട്ട് മെറ്റീരിയൽ, നമുക്ക് പിന്നു കുത്തേണ്ട ആവശ്യം പോലും ഇല്ല. അങ്ങനെ തലയിൽ നിന്നോളും, നമുക്ക് ക്യാപ്പ് ഇടാതെ നിന്നോളും. അതുപോലെ ഈ ഒരു ഷോളിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റി കെട്ടുമ്പോൾ തികയാത്ത ഒരു അവസ്ഥ ഒന്നും വരില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 2.15 മീറ്ററിൽ വേറെ ഷോളുകളൊന്നും നമുക്ക് അവൈലബിൾ അല്ല. പിന്നെ മോജോ ബ്രാൻഡിൻ്റെ ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ജിൽബാബും ഇവരുടെ തന്നെ ഓൺ ബ്രാൻഡാണ്. ഇവിടുത്തെ സാധനമല്ല, UAE ഇമ്പോർട്ട് ചെയ്യുന്ന ഐറ്റംസ് ആണ്. അത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫീഡ് ചെയ്യുന്നവർക്കും മുമ്പൊക്കെ പോകുമ്പോഴൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്. ഞാൻ ഇട്ട് നോക്കി ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ട് ഒരു ടെൻഷൻ ഇല്ലാതെ ഇടാൻ പറ്റിയ നല്ല ഐറ്റമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യും. പിന്നെ കുറേ നൈറ്റ് ഡ്രസ്സസ് ഒക്കെ ഉണ്ടായിരുന്നു, ഡിഫറെൻറ്റ് പാറ്റേണിൽ. കൊറിയൻ ലെഗിങ്സ്, പിന്നെ അതുപോലെ പൈജാമാസ്, പ്രയർ മാറ്റ്സ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ സൂക്ക് ഹവ്വയിൽ. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഗിഫ്റ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗിഫ്റ്റും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവരുടെ തന്നെ ബ്രാൻഡായ ഹെസ ബ്രാൻഡിൻ്റെ ഹിജാബൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ധൈര്യത്തിൽ നിങ്ങൾ ഹിജാബ് ചുറ്റുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ബ്രാൻഡ് നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റും. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കയറി ചെക്ക് ചെയ്ത് നോക്കാം. അവർ ഓൺലൈൻ സെയിലും ചെയ്യുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിലൂടെ. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ കയറി ചെക്ക് ചെയ്ത് നോക്കണേ. അവിടെ നമ്മൾ തിരിച്ചെത്താൻ രാത്രി ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ മക്കൾക്ക് സയൻസ് എക്സിബിഷൻ ഉണ്ടായിരുന്നു. അതിന് ചാർട്ടൊക്കെ റെഡിയാക്കി കൊടുക്കണം കേട്ടോ. ഓരോരുത്തരും ഓരോ എന്താ പറയുക സയൻറ്റിസ്റ്റ് ആയിട്ട് വേഷം കെട്ടിയിട്ട് പോകണം കേട്ടോ. അതാണ് സംഭവം. മനസ്സിലാക്കി തന്നത് ചുച്ചുകുട്ടിക്ക് കിട്ടിയത് ശകുന്തള ദേവിയായിരുന്നു. ഇന്ത്യയുടെ എന്താ പറയുക ഹ്യൂമൻ കാൽക്കുലേറ്റർ എന്നറിയപ്പെടുന്നത്. പക്ഷേ വാങ്ങിട്ട് വന്ന സമയത്ത് ആൾ മാറിപ്പോയി. പിന്നെ അയച്ചന് വന്നിട്ട് തോംസൺ ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിച്ചത്. അപ്പോൾ അതൊക്കെ വെട്ടി അതൊക്കെ ചാർട്ടിൽ ഒട്ടിച്ചിട്ട് പിന്നെ അവരെ കുറിച്ചിട്ട് എന്തെങ്കിലും ജസ്റ്റ് അതിൽ നമ്മൾ എഴുതി കൊടുക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ മക്കൾക്കല്ല ചാർട്ട് വർക്ക്, നമുക്കാണ് ചാർട്ട് വർക്ക്. പിന്നെ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു. അത്രയും സമയം അവരുടെ കൂടെ ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാമല്ലോ. അപ്പോൾ ഹെയ്സും ഭയങ്കര ഇൻട്രസ്റ്റോടെ ഇരുന്നു. ചുച്ചുക്കുട്ടി അമ്മാൻ്റെ അവിടെ ആയിരുന്നു. പിന്നെ അവൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നത്. നമ്മൾ പോയിട്ട് വരാൻ ലേറ്റ് ആവുമല്ലോ. അപ്പോൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അവരവിടെ വിളിച്ചിരുത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ അവിടെയായിരുന്നു. അപ്പോൾ ഇതൊക്കെ പശ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കിത് ഇറുക്ക് ചോറ്, അപ്പോൾ ചോറ് വെച്ച് ഒട്ടിച്ച് ഭയങ്കര സ്റ്റൈലൊക്കെ ആക്കി. പിന്നെയാണ് ചുച്ചുക്കുട്ടീൻ്റെ സംഭവം മാറിപ്പോയി എന്ന് മനസ്സിലായത്. പിന്നെ വീണ്ടും വേറൊരു ചാർട്ട് കട്ട് ചെയ്തിട്ട് അതിലെഴുതായിരുന്നു. അപ്പോഴും ചുച്ചുക്കുട്ടി എത്തിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒന്നും നോക്കണ്ട, അത്രയ്ക്കും മോശമായിരിക്കും. കുറേ കാലമായില്ല നമ്മൾ ശരിക്കും എഴുത്തൊക്കെ വിട്ടിട്ട്. ശരിക്കും നമ്മൾ ആ ഒരു ടച്ചൊക്കെ വിട്ട് കഴിഞ്ഞാണ്ടല്ലോ പിന്നെ എഴുതുമ്പോൾ കൈ വിറക്കൽ പിടിക്കൽ അങ്ങനെയൊക്കെ തോന്നും. അപ്പോൾ ഇതേ കളറുകൾ മാറ്റി മാറ്റി പണ്ടല്ല +2 പഠിക്കുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് സയൻസിനും ബയോളജിക്കൊക്കെ ഉണ്ടാവും വർക്ക് ബുക്കൊക്കെ ചെയ്യാൻ. അതിലങ്ങനെ ചെയ്ത ആ ഒരു എക്സ്പീരിയൻസിൽ എന്തൊക്കെയോ എഴുതി ഒക്കെ ഒന്ന് സെറ്റാക്കി എടുത്ത് കേട്ടാ.
നല്ലോണം ഉറക്കം വരുന്നുണ്ടായിരുന്നു. കാരണം തിരിച്ചു വരുമ്പോഴും എനിക്ക് ആ ഒരു ഛർദീൻ്റെ ആ ഒരു മപ്പ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കുറേ ആയിട്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവലില്ല. വണ്ടിയിൽ നിന്ന് മൊബൈൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് ആരും ഇനി വണ്ടിയിൽ നിന്ന് നോക്കണ്ട. അങ്ങനെ ചുച്ചുക്കുട്ടീൻ്റെ റെഡിയാക്കി. പിന്നെ ഇതേ പിറ്റേ ദിവസം അങ്ങനെ അവരുടെ സയൻസ് എക്സിബിഷൻ്റെ ദിവസം കുറച്ചൊന്ന് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് രാവിലെ പെട്ടെന്ന് കൂടുതലൊന്നും നമുക്ക് ഉണ്ടാക്കാനോ ഒന്നും പറ്റാത്തതുകൊണ്ട് അവർക്ക് നൂഡിൽസാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ചുച്ചുക്കുട്ടിക്ക് സാരിയാണ് ശരിക്കും വേണ്ടത്. ഞാൻ കുറേ തപ്പി നോക്കി സാരി പോലെ ചെയ്യാൻ എന്തെങ്കിലും പഠിച്ചോനെ കിട്ടുമോ എന്ന് നോക്കിയപ്പോൾ ഒന്നും കിട്ടിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു ഉടുപ്പെടുത്തിട്ട് എൻ്റെ ഏതോ ഒരു ഡ്രസ്സിൻ്റെ ഏതോ ഒരു ഷോൾ ഉണ്ടായിരുന്നു, അതെടുത്ത് ധാവണി പോലെ ആക്കിയിട്ട് ഇങ്ങനെ ചുറ്റി 2 സൈഡ് പിന്നാക്കി കൊടുത്തു. അപ്പോൾ സാരിയാണെന്ന് തെറ്റിദ്ധരിച്ചോളുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഒപ്പിച്ചെടുത്ത്. ഇതുപോലെ നിങ്ങളൊക്കെ ആരൊക്കെ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കണമെങ്കിൽ പറയണേ. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമായിരിക്കും ഈ ഒപ്പിക്കൽ എന്നുള്ളത് കുട്ടികളുടെ കാര്യത്തിൽ. ബാക്കി എല്ലാവരും കുത്തിയിരുന്ന് ഓരോന്ന് ചെയ്ത് കൊടുക്കണമൊക്കെ കാണാം കേട്ടോ. പിന്നെ അതിനുശേഷം ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് ഞാനും കൂടെ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇവരുടെ ഇതൊക്കെ കാണാനും വേണ്ടിയിട്ട്. എന്നെ നോക്കണ്ട. കാണിക്ക് ഇരുന്നോ. Loudly. Assalamualaikum. I am Rutherford. I am a scientist. I am Thomas Alva Edison. I am an American investor. I am Kalpana Chopra. I am Venusarai. I am the Sky Brother. I am right. അങ്ങനെ ഓരോ കുട്ടീനെ കാണുമ്പോഴും ഞാൻ അവരുടെ ഉമ്മാനെയാണ് ആലോചിച്ചത്. എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് ഉണ്ടാക്കി കുട്ടികളെ വേഷം ഇതുപോലെ ഫാൻസി ഡ്രസ്സിൻ്റെ ഒക്കെ കഷ്ടപ്പെട്ട് ഓരോന്ന് ചെയ്തിരിക്കുന്നത് അല്ലേ. ഓരോരുത്തരൊക്കെ കമ്പ്യൂട്ടറും ഇതൊക്കെ ഇങ്ങനെ ഇതിലൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഹയാൻകുട്ടനും ഉണ്ട് കേട്ടോ. അവൻ എന്തോ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവൻ ഒരു 3-4 ദിവസം മുമ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ എന്ത് രസമായിട്ടാണെന്നറിയോ അവർ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അയാം ശകുന്തള ദേവി എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രസമുണ്ടായിരുന്നു. ചുച്ചുക്കുട്ടീൻ്റെയും കാണിച്ചു തരാം. പിന്നെ മക്കളുടെ സ്കൂൾ ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ പ്രിസ്റ്റി എന്ന് പറഞ്ഞിട്ട് ഒരു സ്കൂളാണ്. നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അവരെ കോൺടാക്ട് നമ്പർ വേണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്ടോ. അങ്ങനെ ഇത് ഓരോന്നും കാണുമ്പോൾ എനിക്ക് അവരുടെ ഉമ്മമാരെന്തോരം എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് എന്നിട്ട് അവരെയാണ് കേട്ടോ ഓർമ്മ വന്നത്. പിന്നെ ഇതെൻ്റെ അനിയത്തിയാണ്, അനിയത്തിയും അനിയൻ്റെ വൈഫും. അനിയത്തിയുടെ കുട്ടിയും ഇവിടെയാണ് പഠിക്കുന്നത്, എൻ്റെ ആങ്ങളുടെ കുട്ടിയും എല്ലാവരും ഇവിടെയാണ് കേട്ടോ പഠിക്കുന്നത്. ഇത് വന്നിട്ട് എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല, പിന്നെയാണ് മനസ്സിലായത്. ന്യൂട്ടൻ്റെ ഗ്രാവിറ്റിയാണ് ഉള്ളത്. പിന്നെ ഇതാണ് അവരുടെ ക്ലാസ്. മൊത്തത്തിലെല്ലാം കളർഫുള്ളായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹയാൻകുട്ടൻ്റെ കാണാനും വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് വന്നിട്ട് ഹിറാ ഗുഹ, പിന്നെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഇതില്ലേ, ആ സംഭവങ്ങളൊക്കെ ഒരു മിനിയേച്ചർ അവർ കുട്ടികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു പ്രസൻറ്റേഷനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ.
My name is Shazmina of grade 7. I am going to present about Palestine today. അടുത്ത് ഹയാൻ Assalamualaikum, today I want to speak my name is Halina and today I want to speak about Indian circle. The day and night is പിന്നെ അതൊക്കെ കണ്ടതിന് ശേഷം ഹയാൻ്റെ പ്രസൻറ്റേഷനും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടുന്ന് കുട്ടികൾക്കുള്ള സ്നാക്സ് അവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതും കൂടെ വാങ്ങിച്ചു കൊടുത്തിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം എന്തെങ്കിലും ഒന്ന് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അത് നമുക്ക് ഒത്തിരി സന്തോഷം തരുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാല്ലാ ബൈ ബൈ ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും. പിന്നെ ഹിജാബും ജിൽബാബും ഒക്കെ വേണ്ടവർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കുക. എന്തായാലും നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള നല്ല സംഭവങ്ങളാണ് കേട്ടോ. അത് അവരുടെ ഇൻസ്റ്റഗ്രാം പേജും അതേപോലെ തന്നെ വാട്സാപ്പ് ലിങ്കും നമ്മൾ കൊടുക്കുന്നുണ്ട്. കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ടാറ്റാ, ഞാൻ വീട് എത്തിയിട്ടുണ്ട് കേട്ടോ.